ഹലോ, നിങ്ങൾ എവിടെ പോയി കിടക്കുക? വന്നി വേഗം വായോ. ആ തേക്ക് നമുക്കിട്ടന്നെ തേക്ക് ഒന്ന് പോടാ. ജയരാമൻ, നിങ്ങളാണ് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് നിങ്ങൾക്ക് പുറകിൽ? പുറകിലല്ല, എന്റെ കൂടെ തന്നെ ആൾക്കാരുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വലിയ തെളിവുകളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ കാണിക്കുന്ന വിരട്ടിലൊന്നും എന്റെ അടുത്ത് വില പോവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പുഷ്പം പോലെ ഇറങ്ങി പോവുകയും ചെയ്യും. മാഡം, ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. വി ആർ ഫ്രം ഹ്യൂമൻ റൈറ്റ്സ്. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നിങ്ങൾ ഒരാളെ സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതച്ച് കുറ്റം സമ്മതിപ്പിക്കാവുന്ന ഒരു ഇൻഫർമേഷൻ. സോ ഞങ്ങൾക്ക് നാളത്തെ ഒരു എക്സാമിൻ ചെയ്യണം. നീ പല കളി കളിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ നിന്നൊരു ദിവസം ഞാൻ പിടിക്കും. ഷോ മി യുവർ ഹാൻഡ്സ്. അലി, അവന്റെ ദേഹത്ത് വല്ല മുറിവോ ചതവുണ്ട്? No, madam. ആ, എന്താ ഒരു സ്വകാര്യം? സർ, വാഷ് ബേസിന് കിട്ടിയ ബ്ലഡ് സാമ്പിളും ജയറാമിന്റെ ബ്ലഡ് സാമ്പിളും പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. ദാറ്റ് മീൻസ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചവിട്ടിക്കൂട്ടിക്കായിരുന്നെന്ന് അർത്ഥം അല്ല വക്കീലേ? എക്സാക്ട്ലി. ജയരാമൻ നിങ്ങൾക്കെതിരെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കേസ് ഫയൽ ചെയ്താൽ ഡെഫിനറ്റ്ലി ബോത്ത് ഓഫ് യു വിൽ ഗെറ്റ് പണിഷ്ഡ്. ചേച്ചേ, അത്രയ്ക്കൊന്നും വേണ്ട. മേഡം തന്നെ പറഞ്ഞു വിടും അല്ലേ മാഡം? അപ്പൊ പോട്ടെ സാർ. ആ ഡേവിസ്, മാഡം, ജയറാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ഇവിടെ അലിസാർ തലങ്ങനെയും വിലങ്ങനെയും തല്ലിക്കൊണ്ടിരിക്കുക. മാഡം ഒന്നോടെ വരെ വരൂ. ഏതാ ഡ്രഗ്സിന്റെ കേസാണോ? ഏയ്, ഇത് അതിനേക്കാൾ വലിയ കേസാ. സാർ, അവന് വെറുതെ വിടരുത് സാർ. ആ അതെ മാഡം വന്നു. മാഡം ഇതാള്. മാഡം, അവൻ എന്റെ മോൾക്ക് ജോലി വിദേശത്ത് തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ മോള്. ചേട്ടനോട്ടിരിക്കി. സാർ, അലി, എനിക്കുണ്ട് മാഡം 2 പെൺകുട്ടികള്. ഇവനെ പോലുള്ളവർ വളരുന്നത് ഈ യൂണിഫോം ഇട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇതിന്റെ പേരിൽ എന്റെ ജോലി പോയാ അതങ്ങ് പോട്ടെന്ന് വെക്കും മാഡം. വീട്ടിൽ ഞാൻ അറിയിച്ചു. നിങ്ങൾ വരണ്ടെങ്കിൽ വേഗം വായോ. ആ മേഡം വരണ്ട്, ഞാൻ ഫോൺ വെക്കാം. എനിക്കല്ലെങ്കിൽ അറിയാം മാഡം, ഇയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇവിടെ എന്തുണ്ടായാലും ഇയാളൊന്നും രാഷ്ട്രീയക്കാരെ വിളിക്കും, അല്ലെങ്കിൽ പത്രക്കാരെ വിളിക്കും. ഇപ്പൊ ഇയാൾ വിളിച്ചിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സുകാരെ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഈ ചെറിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മാഡം? റാണിയമ്മയെ വിളിക്ക്. റാണിയമ്മ? മേഡത്തിന് അന്ന് തന്ന പണിയൊക്കെ മറന്നുപോയോ? എന്ത്? നിങ്ങൾക്ക് ജയരാമിനൊന്ന് കാണണം. ആ കണ്ടോ റാണിയമ്മ? എന്തായി? അപ്പൊ എങ്ങനെയാ സാറന്മാര് ചെല്ലല്ലേ? അലി, എന്തായി ഇവരുടെ സെർച്ചിങ് ഒക്കെ? അവരിത് ഇറങ്ങാം മാഡം. റാണിയമ്മ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത കീടാണുക്കളില്ല. ഹെയ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള അഴുക്കുകളെയും ഹെയ്സ് തുടച്ചു മാറ്റുന്നു. A quality product from Haze and Briss.